നമസ്കാരം. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയും മുമ്പ് ഭാര്യയെ സ്നേഹം നടിച്ച് അനസ്തേഷ്യ മരുന്ന് അമിതമായി കുത്തിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ സർജൻ ഡോക്ടർ പിടിയിലായ സംഭവം ഏറെ ഞെട്ടലാണ് സമൂഹത്തിലുണ്ടാക്കിയത്. ഉടുപ്പി മണിപ്പാൽ സ്വദേശിയും സർജനുമായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയാണ് ഭാര്യ കൃതികയെ കൊലപ്പെടുത്തിയത്. ഏറെ നാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ത്വക്ക് രോഗ വിദഗ്ധയായ ഡോക്ടർ കൃതിക റെഡ്ഡി ഏപ്രിൽ 23-ന് വീട്ടിൽ മരിച്ച നിലയിലായിരുന്നു. സംഭവ ദിവസം ഏപ്രിൽ 21-ന് കൃതികയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു. ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന അനസ്തീസിയ മരുന്ന് കൃതികയ്ക്ക് അമിതമായി നൽകുകയായിരുന്നു. തുടർന്ന് വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞ് ഭാര്യയെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അന്നു രാത്രി തന്നെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി രണ്ടാമതും മരുന്ന് കുത്തിവെപ്പ് നൽകി. കുത്തിവെപ്പ് നൽകിയ സ്ഥലത്ത് വേദനയുണ്ടെന്ന് കൃതിക പറഞ്ഞിട്ടും ഡോക്ടർ അവരെ ആശ്വസിപ്പിച്ച് വീണ്ടും മരുന്ന് നൽകുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കൃതികയെ ബോധമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംഭവത്തിൽ കൃതികയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം പുറത്തറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ അനസ്തീസിയ മരുന്ന് അമിതമായി കണ്ടെത്തിയത് കേസിന് ബലം നൽകി. ഡോക്ടർ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകത്തിനുള്ള കാരണം വിവാഹത്തിന് മുൻപ് കൃതികയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിക്ക് അറിയാമായിരുന്നു. എന്നാൽ ഈ വിവരം കൃതികയുടെ കുടുംബം മഹേന്ദ്ര റെഡ്ഡിയോട് മറച്ചുവെച്ചെന്ന് പറയുന്നു. ഇതാണ് മഹേന്ദ്ര റെഡ്ഡിയെ അസ്വസ്ഥനാക്കിയതെന്നും ഇതിനെ തുടർന്നാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതെന്നും പോലീസ് പറയുന്നുണ്ട്. കൃതിക സ്വന്തമായി ഒരു സ്കിൻ ക്ലിനിക് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മനുഷ്യ ശരീരം മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. ഈ ഒരു അറിവാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത്. കൃതികയുടെ ശരീരത്തിൽ അനസ്തീസിയയുടെ അളവ് വളരെ കൂടുതലായിരുന്നുവെന്നും ഇത് മരണത്തിലേക്ക് നയിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്നേഹം നടിച്ച് ചികിത്സയുടെ ഭാഗമാണെന്ന് വരുത്തിയാണ് ഡോക്ടർ ഭാര്യയ്ക്ക് മാരകമായ അളവിൽ മരുന്ന് നൽകിയത്. അതേസമയം പ്രൊപ്പോഫോൾ അമിതമായി ശരീരത്തിലെത്തിയാൽ അത് മരണത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പരിശോധനാ റിപ്പോർട്ടിനെ തുടർന്ന് കൃതികയുടെ രക്ഷിതാക്കൾ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി. മരുമകൻ മകളെ കൊലപ്പെടുത്തിയതാവാം എന്ന ആരോപണം അവർ ഉയർത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പുനരന്വേഷണത്തിലാണ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി ഭാര്യയെ കൊലപ്പെടുത്തിയതായി തെളിഞ്ഞത്. മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നയാൾ എന്ന നിലയിൽ കൃതികയുടെ മരണം സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാൻ ഇയാൾക്ക് സാധിച്ചെന്നും പോലീസ് കണ്ടെത്തി. അതേസമയം കൃതികയുടെ സഹോദരിക്ക് തോന്നിയ സംശയവും ഇത്തരത്തിൽ പോലീസിന് അന്വേഷണത്തിന് ബലം നൽകി.